ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. UPSC സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള CSAT-ലെ ഒരു ടോപ്പിക്കാണിത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് തരും. അതിൽ കുറച്ച് സിമ്പിൾസ് ഉണ്ടാവും. ആ സിമ്പിൾസിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് വേറെ കുറച്ച് സിമ്പിൾസ് തന്നിട്ടുണ്ടാവും. എന്ത് ചെയ്യുക? നമ്മൾ ഈ പ്രോബ്ലംസിലേക്ക് ആ തന്നിരിക്കുന്ന സിമ്പിൾസ് റീപ്ലേസ് ചെയ്യുക. അതിനുശേഷം ബോർഡ് മാസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. കൂടുതൽ പ്രോബ്ലംസിലും ഇങ്ങനെയാണ്. നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇത് കൂടുതൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ സിമ്പിൾസ്. എന്താണ് സിമ്പിൾസ്, ഏതൊക്കെയാണ് സിമ്പിൾസ് എന്ന് നോക്കുക, മനസ്സിലാക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? വാട്ട് ആർ ദ ആക്ച്വൽ മീനിങ് ഓഫ് ദീസ് സിമ്പിൾസ്. ഈ തന്നിരിക്കുന്ന സിമ്പിൾസിന്റെ ആക്ച്വൽ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ സിമ്പിൾസിനെ റീപ്ലേസ് ചെയ്യുക. ശേഷം ബോർഡ് മാസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഫൈനൽ റിസൾട്ട് കിട്ടാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. ആദ്യം സിമ്പിൾസ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ആക്ച്വൽ മീനിങ്, ആ ഒരു സിമ്പിൾസിന്റെ ആക്ച്വൽ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെന്താണ് ചെയ്യേണ്ടത്? ഈ സിമ്പിൾസിനെ റീപ്ലേസ് ചെയ്യുക. പിന്നെന്താണ്? ബോർഡ് മാസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക റിസൾട്ട് കിട്ടാനായിട്ട്. ബോർഡ് മാസ് എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാവർക്കും അറിയാം, എന്നാലും പറഞ്ഞേക്കാം. ബ്രാക്കറ്റ്സ്, ഓർഡേഴ്സ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഈ ഒരു ഓർഡറിലെ എല്ലാ പ്രോബ്ലംസും ചെയ്യാവുള്ളൂ. അതായത് ആദ്യം എന്ത് ചെയ്യുക? ബ്രാക്കറ്റ്സ് ഉണ്ടോ നോക്കുക, ദെൻ ഓർഡേഴ്സ്, അതിനുശേഷം എന്താണ്? ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, എന്താണേലും ഒന്ന് ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? ഈ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറച്ചധികം പ്രോബ്ലംസ് തരും. അതിലെന്തുണ്ടാവും? റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു പ്രോബ്ലത്തിൽ സിമ്പിൾസിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്പേഴ്സിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു സിമ്പിളോ നമ്പറോ നമുക്ക് തന്നിട്ടുണ്ടാവും. അതിനെ എന്ത് ചെയ്യുക? ആദ്യം റീപ്ലേസ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? ബോർഡ് മാസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക റിസൾട്ട് കിട്ടാനായിട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇത് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? മനസ്സിലാവും എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലംസ് വരുന്നതെന്ന്. ഇഫ് പ്ലസ് മീൻസ് മൈനസ്, പ്ലസിന്റെ മീനിങ് എന്താണ്? മൈനസ് എന്നാണ്. മൾട്ടിപ്ലിക്കേഷൻ മീൻസ് ഡിവൈഡഡ് ബൈ, മൾട്ടിപ്ലിക്കേഷന്റെ മീനിങ് എന്താണ്? ഡിവൈഡഡ് ബൈ എന്നാണ്. ഡിവിഷൻ മീൻസ് പ്ലസ്, ഡിവിഷന്റെ മീനിങ് എന്താണ്? പ്ലസ്, അതായത് അഡീഷൻ എന്നാണ്. ആൻഡ് മൈനസ് മീൻസ് മൾട്ടിപ്ലൈഡ് ബൈ. ദെൻ വാട്ട് ഈസ് ദ കറക്റ്റ് വാല്യൂ ഓഫ് ദീസ് എക്സ്പ്രഷൻ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്ലസിന്റെ മീനിങ് മൈനസ് എന്നാണ്, മൾട്ടിപ്ലിക്കേഷന്റെ മീനിങ് ഡിവൈഡഡ് ബൈ എന്നാണ്, ഡിവിഷന്റെ മീനിങ് പ്ലസ് എന്നാണ്, ആൻഡ് മൈനസിന്റെ മീനിങ് മൾട്ടിപ്ലൈഡ് ബൈ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പ്രഷൻ ഇതിന് ദെൻ വാട്ട് ഈസ് ദ കറക്റ്റ് വാല്യൂ ഓഫ് ദീസ് എക്സ്പ്രഷൻ? ഈ ഒരു എക്സ്പ്രഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന സൈൻസിനെ റീപ്ലേസ് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യുക? അതിന്റെ കറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കുക. സിമ്പിൾ ആണ്. ആദ്യം എന്ത് ചെയ്യുക? ഈ തന്നിരിക്കുന്ന വാല്യൂവിനെ ഒന്ന് എടുത്ത് എഴുതുക. ഓക്കെ, നമ്മൾ പഠിക്കുമ്പോഴാണ് ഇങ്ങനെ എടുത്ത് എഴുതേണ്ടത്. പ്രോബ്ലം എക്സാമ്പിൾ ചെയ്യുമ്പോൾ ഇതിന്റെ കാര്യമൊന്നുമില്ല. മാക്സിമം എന്ത് ചെയ്യുക? പെട്ടെന്ന് ചെയ്യാനായിട്ട് നോക്കുക. എന്ത് ചെയ്യുക? ആദ്യം തന്നിരിക്കുന്നത് എന്താണ്? 252. പിന്നെന്താണ് തന്നിരിക്കുന്നത്? ഇൻറ്റു 9 മൈനസ് 5 പ്ലസ് 32 ഡിവൈഡഡ് ബൈ 92. എന്നിട്ട് നമുക്ക് ഈക്വൽ ടു ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ കണ്ടുപിടിക്കണം. അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ മീൻസ് ഡിവിഷൻ എന്ന് പറഞ്ഞു. ഈ മൾട്ടിപ്ലിക്കേഷന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? ഡിവിഷൻ സിമ്പല് റീപ്ലേസ് ചെയ്യുക. അതിനുശേഷം എന്താണ്? ഡിവിഷൻ മീൻസ് അഡീഷൻ എന്ന് പറഞ്ഞു. ഈ ഡിവിഷൻ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? അഡീഷൻ സിമ്പല് പ്ലസ് സൈൻ റീപ്ലേസ് ചെയ്യുക. പിന്നെന്താണ്? പ്ലസ് മീൻസ് മൈനസ്. ഈ പ്ലസ് വരുന്നിടത്ത് എന്ത് ചെയ്യുക? മൈനസ് സൈൻ റീപ്ലേസ് ചെയ്യുക. പിന്നെന്താണ്? മൈനസ് മീൻസ് മൾട്ടിപ്ലൈഡ് ബൈ എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്? ഈ മൈനസ് വരുന്നിടത്ത് മൾട്ടിപ്ലിക്കേഷൻ സിമ്പല് റീപ്ലേസ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ വാല്യൂ കൊടുക്കുക. 252 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 5 മൈനസ് 32 പ്ലസ് 92 ഈക്വൽ ടു. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ
ഒരു എക്സ്പ്രഷന്റെ കറക്റ്റ് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം എന്ത് ചെയ്തു? നമ്മൾ സയൻസിനെ റീപ്ലേസ് ചെയ്തു. അതിനുശേഷം ഈ പറഞ്ഞ എക്സ്പ്രഷന്റെ കറക്റ്റ് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതാണ് ഒറിജിനൽ ആയിട്ട് തന്നിരിക്കുന്നത്. ഇതെന്താണ്? നമ്മൾ റീപ്ലേസ് ചെയ്ത ആ ഒരു വാല്യൂ ആണ് ഇത്. ഈ 252 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 5 മൈനസ് 32 പ്ലസ് 92 എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ റീപ്ലേസ് ചെയ്ത്, അതായത് സിമ്പിൾസ് റീപ്ലേസ് ചെയ്തതിന് ശേഷം കണ്ടുപിടിക്കാനുള്ള ആ ഒരു പ്രോബ്ലം ആണ് ഇത്. ഓക്കെ, ഇപ്പൊ ഇത് ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു സിമ്പിൾസ് റീപ്ലേസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? ബോർഡ് മാസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക. അപ്പൊ എന്താണ് വരുന്നത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ഓർഡേഴ്സ് ഉണ്ടോ? ഇല്ല. പിന്നെ എന്താണുള്ളത്? ഡിവിഷൻ ആണുള്ളത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? ഡിവിഷൻ ചെയ്യുക. അതായത് 252 ഡിവൈഡഡ് ബൈ 9 എന്നുള്ളത് എന്ത് ചെയ്യുക? ആദ്യം ചെയ്യുക. 252നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 28 കിട്ടും. അതിനുശേഷം എന്ത് ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഡിവിഷൻ കഴിയുമ്പോൾ എന്താണ് വരുന്നത്? മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ എന്ത് ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അതിനെന്ത് ചെയ്യുക? ഈ 28 ഇൻറ്റു 5 എന്നുള്ളത് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 140 കിട്ടും. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ 140ൽ നിന്നും ഈ മൈനസ് 32 എന്ത് ചെയ്യുക? 32 മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പൊ എത്ര കിട്ടും? 108 എന്ന് പറയുന്ന ആൻസർ കിട്ടും. 140 മൈനസ് 32 എന്ന് പറയുന്നത് എത്രയാണ്? 108 ആണ്. അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുക? പ്ലസ് 92 ചെയ്യുക. അപ്പൊ എത്ര ആൻസർ കിട്ടും? 200 എന്ന ആൻസർ കിട്ടും. ഇതാണ് ഈ ഒരു എക്സ്പ്രഷനിലൂടെ നമ്മൾ ചെയ്തെടുത്ത കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇതിന്റെ കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 200 എന്നതാണ്. സിമ്പിൾ ആണ്. ആദ്യം എന്ത് ചെയ്യുക? 252 ഡിവൈഡഡ് ബൈ 9 ചെയ്യുക. അപ്പൊ എത്ര നമുക്ക് കിട്ടി? 28 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടി. ഈ 28ല് പിന്നെന്താണ്? നമ്മള് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് കിട്ടിയപ്പോ എത്ര കിട്ടി? ഇത് ചെയ്തപ്പോ എത്ര കിട്ടി? 28 കിട്ടി. പിന്നെ എന്ത് ചെയ്തു? ഈ 28 ഇൻറ്റു 5 ചെയ്തു. 28 ഇൻറ്റു 5. 28 ഇൻറ്റു 5 ചെയ്തപ്പോ നമുക്ക് എത്ര കിട്ടി? 140 എന്ന് പറയുന്ന ഒരു സംഖ്യ കിട്ടി. അതായത് ഈ 28 ഇൻറ്റു 5 ചെയ്തപ്പോ നമുക്ക് എത്ര കിട്ടി? 140 കിട്ടി. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ 140 മൈനസ് ചെയ്യുക. എത്ര? 32 ചെയ്യുക. ഓക്കെ, 140ൽ നിന്ന് 32 നമ്മൾ മൈനസ് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 108 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടി. എത്ര കിട്ടി? 108 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടി. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ 108ന്റെ കൂട്ടത്തില് പ്ലസ് 92 ചെയ്യുക. 108 പ്ലസ് 92. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 200 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടി. അതാണ് എന്ത്? ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻസ് ഉണ്ടാവും, അതിലെന്താവും? 200 കൊടുത്തിട്ടുണ്ടാവും. അതൊന്ന് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, 100 പ്ലസ് 92 എത്രയാണ്? 192 പ്ലസ് 8 എത്രയാണ്? 200. ഓക്കെ, ഇതാണ് 200 എന്ന് പറയുന്നതാണ് ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന സിമ്പിൾസിനെ റീപ്ലേസ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? ബോർഡ് മാസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് കറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2. ഇൻ ദ ഫോളോവിംഗ് ക്വസ്റ്റ്യൻ ബൈ യൂസിങ് വിച്ച് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ വിൽ ദ എക്സ്പ്രഷൻ ബിക്കം കറക്റ്റ്? കുറച്ച് എന്താണ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ ബി സി ഡി. ഇതിൽ എന്താണ്? പല മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ വെച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന 36, 12, 36 ക്വസ്റ്റ്യൻ മാർക്ക് 12, ക്വസ്റ്റ്യൻ മാർക്ക് 18, ക്വസ്റ്റ്യൻ മാർക്ക് 54 എന്ന് പറയുന്ന എക്സ്പ്രഷൻ കറക്റ്റ് ആവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് സിമ്പിൾ ആണ്. ഇതില് തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷനിലും ലാസ്റ്റ് വരുന്നത് എന്താണ്? ഈക്വൽ ടു എന്ന് പറയുന്ന സൈൻ ആണ്. ഇപ്പൊ തന്നെ എന്താണ് നമുക്ക് മനസ്സിലായി? 36 ക്വസ്റ്റ്യൻ മാർക്ക് 12 ക്വസ്റ്റ്യൻ മാർക്ക് 18. ഇവിടെ എന്താണ് വരേണ്ടത്? അതായത് ഈ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ മാർക്കിന് അവിടെ എന്താണ് വരുന്നത്? ഈക്വൽ ടു ആണ് വരുന്നത്. കാരണം എല്ലാ ഓപ്ഷൻസിലും എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്? ഈക്വൽ ടു ആണ് വരുന്നത്. സോ എന്ത് ചെയ്യുക? അവിടെ ഒരു ഈക്വൽ ടു ഇടുക. അതിനുശേഷം എന്ത് ചെയ്യുക? 54. അപ്പൊ എന്താണ് ഈ പറയുന്ന 36, 12, 18 ഇവിടെ ഏതോ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, ഏതോ നമ്മൾ രണ്ട് സിമ്പിൾസ് ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്ത് കിട്ടുന്നത് എന്തായിരിക്കണം? ഈ 54 എന്ന് പറയുന്ന ആൻസർ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്കത് ചെയ്തു നോക്കാം. ആദ്യം എന്താണ്? ഓപ്ഷൻ എ. അതെന്താണ്? ഒരു മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം അങ്ങനെ ചെയ്തു നോക്കാം. 36 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 18 ഈക്വൽ ടു 54. ഓക്കെ, ഇവിടെയൊക്കെ ക്വസ്റ്റ്യൻ മാർക്ക് ആയിരുന്നു. നമ്മൾ ആ ഓപ്ഷൻ എ അപ്ലൈ ചെയ്തതാണ്. ആ സിമ്പിൾസ് ഇവിടെ എന്ത് ചെയ്തതാണ്?
റീപ്ലേസ് ചെയ്തതാണ്. ഓക്കെ, അതിനുശേഷമാണ് 36 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 18 ഈക്വൽ ടു 54 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടിയത്. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഇനി ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുക. നമ്മൾ പറഞ്ഞു ആദ്യം എന്താണ്, ഈ 12 ഡിവൈഡഡ് ബൈ 18 ചെയ്യണം. എന്താണ്, ബോണ്ട് മാസ് പ്രിൻസിപ്പിൾ ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ആദ്യം ഡിവിഷൻ ചെയ്യുക. ഓക്കെ, 12 ഡിവൈഡഡ് ബൈ 18 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 2/3 എന്ന് പറയുന്ന സംഖ്യ കിട്ടും. അതിനുശേഷം എന്ത് ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഈ 36 ഇൻറ്റു 2/3 ചെയ്ത് നോക്കുക. അതിന്റെ ആൻസർ 54 ആണോ എന്ന് നോക്കുക. അപ്പൊ എന്ത് ചെയ്യുക, 36 പിന്നെന്താണ് ഇൻറ്റു 2/3 ചെയ്യുക. 2/3 ഇതില് 36-ല് 3 എത്ര തവണയുണ്ട്, 12 തവണയുണ്ടല്ലേ. 5×3 30, 11×3 33, 12×3 36. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, 12നെ കൊണ്ട് ഈ 3നെ കൊണ്ട് ഈ 36 ക്യാൻസൽ ചെയ്യുക. പിന്നെന്തുണ്ട്, 12 ഉണ്ട്, അതുപോലെ 2 ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, 12 ഇൻറ്റു 2 ചെയ്ത് നോക്കുക. ഇത് 54 വരുമോ എന്ന് നോക്കുക. 12 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 24 ആൻസർ കിട്ടുന്നത്. അതെന്താണ്, അത് 54 സമമാണോ, അല്ല. 24 എന്ന് പറയുന്നത് എന്താണ്, 54 ഈക്വൽ അല്ല. അപ്പൊ എന്താണ്, ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്, തെറ്റാണ്. ഓപ്ഷൻ എ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തതാണ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബിയിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്, ഒരു ഡിവിഷനും അതുപോലെ തന്നെ ഒരു മൾട്ടിപ്ലിക്കേഷനും ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. വെറുതെ എന്താണ് ആദ്യം കൊടുത്തിരിക്കുന്നത്, എന്താണ് 36 ക്വസ്റ്റ്യൻ മാർക്ക് 12 ക്വസ്റ്റ്യൻ മാർക്ക് 18, പിന്നെ നമ്മൾ ഈക്വൽ ടു കണ്ടുപിടിച്ചു, ഈക്വൽ ടു 54. അതിലേക്ക് എന്ത് ചെയ്യുക, ഓപ്ഷൻ ബി ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും നമ്മൾ എന്ത് ചെയ്തു, ആ സൈൻസ് റീപ്ലേസ് ചെയ്തു. അപ്പൊ നോക്കാം, 36 ഡിവൈഡഡ് ബൈ 12. ആദ്യം എന്ത് ചെയ്യുക, 36നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടി, ആൻസർ 3 എന്ന് പറയുന്ന ആൻസർ കിട്ടി. ഈ 3നെ എന്ത് ചെയ്യുക, ഈ 3 ഇൻറ്റു 18 ചെയ്യുക. അപ്പൊ എത്രയാണ്, 54 കിട്ടുമോ എന്ന് നോക്കുക. 3 ഇൻറ്റു 18 എത്രയാണ്, 54 ആണല്ലേ. അപ്പൊ എന്താണ്, ബി, ഓപ്ഷൻ ബി ചെയ്ത് നോക്കിയപ്പോ നമുക്ക് ആൻസർ കിട്ടി. എന്ത് ചെയ്താൽ മതി, ഓപ്ഷൻ ബി വരെ ചെയ്താൽ മതി. സിയും ഡിയും ചെയ്തിട്ട് ടൈം കളയേണ്ട കാര്യമുണ്ടോ, ഇല്ല. ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ ആണെന്ന് മാർക്ക് ചെയ്യുക. അതുവരെ ചെയ്ത് നോക്കിയാൽ മതിയാവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഫോളോവിംഗ് ക്വസ്റ്റ്യൻ കറക്റ്റ് ദ ഗിവൺ ഇക്വേഷൻ ബൈ ഇന്റർചേഞ്ചിങ് ടു നമ്പേഴ്സ്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇന്റർചേഞ്ച് ചെയ്യുക. അതായത് ഇന്റർചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യത്തെ ഓപ്ഷനിൽ 3 and 4 കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, ഇതിൽ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇന്റർചേഞ്ച് ചെയ്യുക. ഇവിടെയുള്ള 3ന്റെ പൊസിഷൻ, ഇവിടെ 3 and 4 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ഈ 3ന്റെ പൊസിഷനിൽ എന്ത് ചെയ്യുക, 4 എന്ന് പറയുന്ന സംഖ്യ എടുക്കുക. ഈ 4ന്റെ പൊസിഷനിൽ എന്ത് ചെയ്യുക, 3 എന്ന് പറയുന്ന സംഖ്യ കൊടുക്കുക. ഓക്കെ, ഇവിടെ സൈൻസ് ആണ് റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പം ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ ആണ് റീപ്ലേസ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞു പഠിച്ചു. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ റീപ്ലേസ് ചെയ്യുക. പക്ഷെ ഇവിടെ എന്താണ്, 3 and 4 ആണ് റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യുക, 3ന്റെ സ്ഥാനത്ത് 4 കൊടുക്കുക, 4ന്റെ സ്ഥാനത്ത് 3 കൊടുക്കുക. ഇനിയിപ്പോ 4 and 8 റീപ്ലേസ് ചെയ്യാൻ പറയുമ്പോൾ എന്താണ്, 8ന്റെ സ്ഥാനത്ത് 4 കൊടുക്കുക, 4ന്റെ സ്ഥാനത്ത് 8 കൊടുക്കുക. അതുപോലെ തന്നെ 5ഉം 3ഉം റീപ്ലേസ് ചെയ്യാൻ പറയുമ്പോൾ എന്താണ്, 5ന്റെ സ്ഥാനത്ത് 3 കൊടുക്കുക, 3ന്റെ സ്ഥാനത്ത് 5 കൊടുക്കുക. ആ ഒരു രീതിക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, പൊസിഷൻസ് ഇന്റർചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, ഈ എല്ലാ ഓപ്ഷൻസും വെച്ചിട്ട് ഈ ഒരു പ്രോബ്ലം ഇന്റർചേഞ്ച് ചെയ്ത് നോക്കുക. പൊസിഷൻസ് ഇതിന്റെ എല്ലാ ഓപ്ഷനും വെച്ച് ഇന്റർചേഞ്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് കിട്ടണം, അതിലെല്ലാം ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ 16 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ആ വാല്യൂ കിട്ടിയാൽ എന്താണ്, അതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് തന്നിരിക്കുന്നത്. 8 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 9 മൈനസ് 5 ഈക്വൽ ടു 16. എന്ത് ചെയ്യുക, ഈ 4 3 എന്ന് പറയുന്ന പൊസിഷൻ എന്ത് ചെയ്യുക, 4ന്റെയും 3ന്റെയും പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്യുക. അപ്പൊ എന്താണ്, 8 ഇൻറ്റു 3 എന്ന് വരുന്നോടത്ത് എന്ത് വരും, 4 വരും. പിന്നെന്താണ്, ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നോടത്ത് എന്ത് വരും, 3 വരും. ഓക്കെ, നോക്കാം. 8 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 9 മൈനസ് 5 ഈക്വൽ ടു 16 കിട്ടുമെന്ന് നോക്കാം. അത് തന്നെ ആദ്യം തന്നെ നമ്മൾ 4 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും, ഒരു ഡെസിമൽ വാല്യൂ കിട്ടുമല്ലേ. അപ്പൊ തന്നെ നമുക്കറിയാം എന്താണ് ഈ പ്രോബ്ലത്തിന്റെ, അതായത് ഡെസിമൽ വാല്യൂ വന്നാൽ എന്താണ്, ഫൈനൽ റിസൾട്ടും ഡെസിമൽ വാല്യൂവിൽ വരും. ഈ ഒരു പ്രോബ്ലം ചെയ്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്താണ്, ഇതിൽ ഒരു ഡെസിമൽ വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, ഫൈനൽ റിസൾട്ടും ഡെസിമൽ വാല്യൂ വരും. അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഒരു ഓപ്ഷൻ എന്ത് ചെയ്താൽ മതി, എലിമിനേറ്റ് ചെയ്താൽ മതി. ഡെസിമൽ വാല്യൂ പ്ലസ് ഹോൾ നമ്പർ മൈനസ് ഹോൾ നമ്പർ, അല്ലെങ്കിൽ എന്താ എന്തോ ആയിക്കോട്ടെ, അതിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡെസിമൽ വാല്യൂവിൽ ആയിരിക്കും.
അതുകൊണ്ട് എന്താണ് ഓപ്ഷൻ എ എന്താണ് റോങ് ആണ്. ഇനി നമുക്ക് ഓപ്ഷൻ ബി നോക്കാം. ഇവിടെ എന്താണ് 4ഉം 8ഉം റീപ്ലേസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്ത് ചെയ്യുക, 8ന്റെ സ്ഥാനത്ത് നമ്മൾ 4 കൊടുത്തു, 4ന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു, 8 കൊടുത്തു. ഓക്കെ, ആദ്യത്തെ 8 മാറ്റിയിട്ട് അവിടെ 4 കൊടുത്തു. പിന്നെന്താണ് ഈ 4 മാറ്റിയിട്ട് 3 ഡിവൈഡഡ് ബൈ 4 എന്നുള്ളത് മാറ്റിയിട്ട് അതെന്താക്കി, 8 ആക്കി. ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോഴും എന്താണ് ഒരു ഡെസിമൽ വാല്യൂ കിട്ടും. അതുകൊണ്ട് തന്നെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നതും എന്തായിരിക്കും, ഡെസിമൽ വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഓപ്ഷൻ ബിയും നമ്മൾ എന്ത് ചെയ്തു, എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി അടുത്തതാണ് ഓപ്ഷൻ സി. ഓപ്ഷൻ സിയിൽ എന്താണ് ഇന്റർചേഞ്ച് ചെയ്യാൻ പറഞ്ഞത്, 5 and 3 ഇന്റർചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് നോക്കാം. 8 into 3 ആണ് വരുന്നത്. അപ്പൊ ആ 3യുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, 5 കൊടുക്കുക. 8 into 5 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 9 മൈനസ് 5. ഈ മൈനസ് 5ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, മൈനസ് 3 കൊടുക്കുക. എന്ത് ചെയ്യുക, 5ഉം 3ഉം ആണ് ഇന്റർചേഞ്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ മൈനസ് 3യുടെ സ്ഥാനത്ത് എന്ത് കൊടുത്തു, നമ്മൾ 5 കൊടുത്തു, മൈനസ് 5 കൊടുത്തു. എന്നിട്ട് 16 കിട്ടുമെന്ന് നമുക്ക് നോക്കാം. എന്ത് ചെയ്യുക, 8 into ആദ്യം എന്ത് ചെയ്യുക, ബോൺമാസ് പ്രിൻസിപ്പൾ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യം എന്ത് ചെയ്യുക, 5/4 ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുക, 8 into 5/4, സോറി 5/4. 4 8ൽ എത്ര തവണയുണ്ട്, 2 തവണയുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക 2. പിന്നെ എന്ത് ചെയ്യുക, 4 എന്താണ് 4ന്റെ 4ല് 8ല് എത്ര തവണ 4 ഉണ്ട്, 2 തവണയുണ്ട്. പിന്നെ എന്ത് ചെയ്താൽ മതി, ഈ 2 into 5 ചെയ്യുക. 2 into 5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 10 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടി. ശേഷം എന്ത് ചെയ്യുക, അഡീഷൻ ചെയ്യുക. ഈ 10 ആൻസർ, ഓക്കെ ഇവിടെയാണ് ആൻസർ, 10 കിട്ടിയതിന് കൂട്ടത്തിൽ എന്ത് ചെയ്യുക, ഈ 10ന്റെ കൂട്ടത്തില് ഈ പ്ലസ് 9 ചെയ്യുക. 10 പ്ലസ് 9 എത്രയാണ്, 19 ആണല്ലേ വരുന്നത്. 10 പ്ലസ് 9 എന്ന് പറയുന്നത് എത്രയാണ്, 19 ആണ്. അതിനുശേഷം ഈ 19ൽ നിന്നും മൈനസ് 3, ഈ 19 മൈനസ് 3 ചെയ്യുക. 19 മൈനസ് 3 ചെയ്യുക. അതിന്റെ ആൻസർ എന്താണ്, 16 ആണ്. അപ്പൊ എന്താണ് ഈ പറഞ്ഞ കാര്യം ശരിയായി. എന്താണ് ഈ ഒരു പ്രോബ്ലത്തില് 5 പിന്നെന്താണ് 3 സംഖ്യകളെ റീപ്ലേസ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി, ഈ 16 എന്ന് വാല്യൂ കിട്ടി. അപ്പൊ എന്താണ് ഇതെന്താണ്, ഈ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്താൽ മതി, ആൻസർ ഷീറ്റിൽ OMRൽ എന്ത് ചെയ്യുക, ഓപ്ഷൻ സി മാർക്ക് ചെയ്താൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ സൈൻസ് ദാറ്റ് ക്യാൻ സീക്വൻഷ്യലി റീപ്ലേസ് ദ സ്റ്റാർ സൈൻ ആൻഡ് ബാലൻസ് ദ ഗിവൺ ഇക്വേഷൻ. എന്ത് ചെയ്യുക, ഈ സ്റ്റാർ സൈനെ റീപ്ലേസ് ചെയ്ത് ഇക്വേഷനെ ബാലൻസ് ചെയ്യുന്ന എന്താണ് ഓപ്ഷൻ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് റീപ്ലേസ് ചെയ്താൽ മതി. എന്ത് ചെയ്യുക, ഈ സ്റ്റാർ സൈനിനെ റീപ്ലേസ് ചെയ്ത് നോക്കുക. ഓപ്ഷൻ എയും ബിയും സിയും ഡിയും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന സ്റ്റാർ സൈനിനെ എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്തിട്ട് നമുക്കൊരു കറക്റ്റ് വാല്യൂ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഈ ഓപ്ഷൻസിന്റെയും ലാസ്റ്റ് എന്താണ്, എല്ലാത്തിന്റെയും അവസാനം വരുന്നത് ഈക്വൽ ടു ആണ്. അപ്പൊ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി, ഈ പറയുന്ന എന്താണ്, ഈ പറയുന്ന ഒരു പ്രോബ്ലത്തിലും ഈ ലാസ്റ്റ് 6 ഈക്വൽ ടു എന്ത് വരണം, 4 വരണം. ഈക്വൽ ടു 4 വരണം. നമ്മൾ പ്രോബ്ലം ചെയ്തു വരുമ്പോൾ എന്ത് കിട്ടണം, നമുക്ക് 4 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടണം എന്ന് മനസ്സിലായി. ഓക്കെ, നമുക്കപ്പം എന്ത് ചെയ്യുക, ഓരോ ഓപ്ഷൻസും അപ്ലൈ ചെയ്തിട്ട് നോക്കാം, റീപ്ലേസ് ചെയ്തിട്ട് നോക്കാം. ഇപ്പൊ എന്താണ് ശരിക്കും വരേണ്ടത്, 42 സ്റ്റാർ 7 സ്റ്റാർ 64 സ്റ്റാർ 11 സ്റ്റാർ 6 സ്റ്റാർ 4 ആണ് വരേണ്ടത്. നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിച്ചായിരുന്നു ഇക്വേഷൻ എന്താണ് ഈക്വൽ ടു ആണെന്ന്. സോ അത് 6 ഈക്വൽ ടു 4 കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, എയുടെ ഇൻറ്റു പ്ലസ് മൈനസ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക, ആ ഒരു സൈൻസ് നമ്മൾ റീപ്ലേസ് ചെയ്തു. 42 ഇൻറ്റു 7 പ്ലസ് 64 മൈനസ് 11 ഡിവൈഡഡ് ബൈ 6 പിന്നെന്താണ് ഈക്വൽ ടു 4 ആണോ എന്ന് നോക്കുക. അപ്പൊ എന്താണ് 11 ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് എന്താണ് ഇവിടെ പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ എന്ത് കിട്ടും, ഒരു ഡെസിമൽ വാല്യൂ കിട്ടും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ഓപ്ഷനെ നമ്മൾ എന്ത് ചെയ്തു, എലിമിനേറ്റ് ചെയ്തു. അതിനുശേഷം എന്താണ് 42 ഡിവൈഡഡ് ബൈ 7, ഓപ്ഷൻ ബി ആണ് നമ്മൾ നോക്കുന്നത്. ഡിവിഷൻ പ്ലസ് മൈനസ് ഇൻറ്റു ഈക്വൽ ടു. ഓക്കെ, അതെന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. സയൻസിനെ സ്റ്റാർ സൈനിനെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഓപ്ഷൻ ബിയിലെ സയൻസ് കൊടുക്കുക. ആദ്യം എന്ത് ചെയ്യുക, 42 ഡിവൈഡ് ബൈ 7 ബോൺമാസ് പ്രിൻസിപ്പിൾ വെച്ചാണ് ചെയ്യുന്നത്. സോ ആദ്യം എന്ത് ചെയ്യുക, ഡിവിഷൻ ചെയ്യുക. 42 ഡിവൈഡഡ് ബൈ 7, 42ൽ 7 എത്ര തവണയുണ്ട്, 6 തവണയുണ്ട് അല്ലേ. 42 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി, 6
കിട്ടി. അതിനുശേഷം എന്ത് ചെയ്യുക, 11 ഇൻറ്റു 6 ചെയ്ത് നോക്കുക. അത് എത്രയാണ്? 11 ഇൻറ്റു 6 എന്ന് പറയുന്നത് എത്രയാണ്? 66 ആണല്ലേ? ഓക്കെ, അതിന്റെ ആൻസർ കണ്ടുപിടിച്ചു. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ഒരു പ്രോബ്ലത്തിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം 42 ഇൻറ്റു 7 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ് നമുക്ക് കിട്ടിയത്. 6 പിന്നെന്താണ്, ഒരു പ്ലസ് സൈൻ ആണുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക, പ്ലസ് ചെയ്യുക. പിന്നെ 11 ഇൻറ്റു 6 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 64 എന്ന് പറയുന്ന ആൻസർ കിട്ടി. സോ എന്ത് ചെയ്യുക, 64 ചെയ്ത് നോക്കുക. 64 പ്ലസ് 6 എന്ന് പറയുന്നത് എത്രയാണ്? 70 ആണല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 70 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടി. പിന്നെ എന്താണ്, 70 മൈനസ് ആണ് കൊടുത്തിരിക്കുന്നത്. 70 മൈനസ്. ഇവിടെ എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റി ഞാൻ പറഞ്ഞു വന്നപ്പോ എന്താണ്, ആദ്യം എന്ത് ചെയ്യുക, 42 ഡിവൈഡഡ് ബൈ 7 ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 6 എന്ന് പറയുന്ന ആൻസർ കിട്ടി. അതിനുശേഷം ഈ 6ന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുക, പ്ലസ് 64 ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 70 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടി. അതിനുശേഷം ഈ 70 എന്ന് പറയുന്ന ആൻസർ, അതിനുശേഷം എന്താണ് കൊടുത്തിരിക്കുന്ന സൈൻ? മൈനസ് ആണ്. 70 മൈനസ് 11 ഇൻറ്റു 6 നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരുന്നു. അത് എത്രയാണ്? 66. 66 ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 70ൽ നിന്ന് 66 കുറച്ച് നമുക്ക് ആൻസർ എത്ര കിട്ടും? 4 കിട്ടും. നമ്മൾ പറഞ്ഞിരുന്നു പ്രോബ്ലത്തിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈക്വൽ ടു 4 കിട്ടണം. 4 ആണ് എന്താണ് ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. അതാണ് കറക്റ്റ് ആയിട്ട് വരുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് കിട്ടി? നമുക്ക് 4 കിട്ടി. ഓപ്ഷൻ ബിയിൽ തന്നെ 4 എന്ന് പറയുന്ന ആൻസർ കിട്ടി. അപ്പൊ എന്താണ്, ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. വിച്ച് ഇന്റർചേഞ്ച് ഓഫ് സൈൻ ഓർ വാല്യൂ വിൽ മേക്ക് ദ ഫോളോവിങ് ഇക്വേഷൻ കറക്റ്റ്? ഓക്കെ, ഇതിൽ ഏത് സൈൻ അല്ലെങ്കിൽ വാല്യൂ നമ്മൾ റീപ്ലേസ് ഇന്റർചേഞ്ച് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന ഫോളോവിങ് ഇക്വേഷൻ കറക്റ്റ് ആവുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഒരു ഡിവിഷനും അതുപോലെ തന്നെ ഒരു സബ്ട്രാക്ഷൻ സൈനും ആണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ബിയിൽ 4 ആൻഡ് 2 ഈ രണ്ട് സംഖ്യകളെയാണ് റീപ്ലേസ് ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇനി ഇപ്പം ഇന്റർചേഞ്ച് ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഓപ്ഷൻ സിയിൽ സബ്ട്രാക്ഷൻ സൈനിനെ അഡീഷൻ സൈനിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റീപ്ലേസ് ചെയ്യേണ്ടത്. അതിനുശേഷം ഓപ്ഷൻ ഡിയിൽ എന്താണ്? 16 പിന്നെന്താണ് 6 ഈ പറയുന്ന രണ്ട് നമ്പറുകളെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഓരോ ഓപ്ഷനും അപ്ലൈ ചെയ്ത് നോക്കാം. ഇതിലേതാണ് കറക്റ്റ് ആൻസർ വരുന്നത് എന്ന്. ആദ്യം എന്താണ്, ഡിവിഷനും ഒരു മൈനസും ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ഇവിടെ 16 മൈനസ് 4 ഈ മൈനസിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? ഡിവിഷനും മൈനസും ആണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പൊ മൈനസിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? ഡിവിഷൻ സൈൻ കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇൻറ്റു 6. പിന്നെന്താണ്, ഇവിടെ ഡിവിഷന്റെ സൈൻ ആണ് വരുന്നത്. അവിടെ എന്ത് ചെയ്യുക, മൈനസിനെ റീപ്ലേസ് ചെയ്യുക. അപ്പൊ എന്താണ്, 6 മൈനസ് 2 പ്ലസ് 8 ഈക്വൽ ടു 30 ആണ് കിട്ടുന്നതെന്ന് നോക്കുക. 16 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ തന്നെ എത്രയാണ്? 16 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്? 4. 16ൽ 4 എത്ര തവണയാണ്? 4 തവണയാണ് 16ൽ 4 ഉള്ളത്. അതിനുശേഷം കിട്ടിയ 4 ഇൻറ്റു 6 ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 6 4 24 എന്ന് പറയുന്ന ഒരു സംഖ്യ നമുക്ക് കിട്ടും. അപ്പൊ എന്താണ്, 6 4 24. പിന്നെ എന്ത് ചെയ്യുക, 24ൽ നിന്നും മൈനസ് 2 ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 22 എന്ന് പറയുന്ന ഒരു ആൻസർ നമുക്ക് കിട്ടും. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ 22ന്റെ കൂട്ടത്തില് എന്ത് ചെയ്യുക, പ്ലസ് 8 ചെയ്യുക. 22 പ്ലസ് 8 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 30 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ എന്താണ്, ഈ 30 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ എ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ നമുക്ക് കിട്ടി. എന്താണ്, ഓപ്ഷൻ എ തന്നെ എന്താണ്, ശരിയാണ്. സോ എന്താണ്, ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ ചെയ്ത് നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്, ഓപ്ഷൻ എ 30 നമുക്ക് കിട്ടി. ഓക്കെ, അപ്പം സിമ്പിൾ ആയിരുന്നു. നമ്മൾ ആദ്യത്തെ ഓപ്ഷനെ റീപ്ലേസ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ബോൺമാസ് പ്രിൻസിപ്പിൾ ആണ്. ആദ്യം ഡിവൈഡ് ചെയ്യുക, പിന്നെ എന്താണ്, മൾട്ടിപ്ലൈ ചെയ്യുക. ആ ഒരു രീതിക്കാണ് പോകുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്തു, 16 ഡിവൈഡഡ് ബൈ 4 ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 4 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടി. ആ 4നെ എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു 6ആയിട്ട്. അപ്പൊ എത്ര കിട്ടി? 24 എന്ന് പറയുന്ന ആൻസർ കിട്ടി. പിന്നെ എന്താണ്, അഡീഷൻ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇല്ലെങ്കിൽ ഇത് നമുക്ക് നേരാണ് അല്ലാണ്ട് ചെയ്താലും മതി. ഈ 26ൽ നിന്നും 24നെ എന്ത് ചെയ്തു, -2. അടുത്ത എന്താണ്, -2 ചെയ്തു. 24 -2 ചെയ്തപ്പോൾ എന്ത് കിട്ടി നമുക്ക്? 20 എന്ന് പറയുന്ന ഒരു ആൻസർ, 22 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടി. ആ 22ന്റെ കൂട്ടത്തില് +8 ആഡ് ചെയ്തു. +8 ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 30 എന്ന് പറയുന്ന ആൻസർ കിട്ടി. അതാണെന്ത്, ഇവിടെ നമ്മളെ അടുത്ത് പറഞ്ഞിരുന്നത് എന്താണ്, ഈക്വൽ ടു 30 കിട്ടണം.
അപ്പൊ എന്താണ് ഓപ്ഷൻ എ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ നമുക്ക് 30 കിട്ടി. അപ്പൊ എന്താണ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6. ഇഫ് എൽ സ്റ്റാൻഡ്സ് ഫോർ പ്ലസ്, എൽ എന്തിനാണ് മീൻസ്, എല്ലിന്റെ മീനിങ് എന്താണ്, പ്ലസ് എന്നുള്ളതാണ്. എം സ്റ്റാൻഡ്സ് ഫോർ മൈനസ്, എൻ സ്റ്റാൻഡ്സ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ, ഒ സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 14n 10l 42o 2m 8 ഈക്വൽ ടു എന്ന് പറയുന്നതിന്റെ കറക്റ്റ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, അത് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ജസ്റ്റ് ഈ വാല്യൂസ് മാത്രം എടുത്തെഴുതാം. 14, പിന്നെ എന്താണ് എൻ സ്റ്റാൻഡ്സ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ എന്ത് ചെയ്യുക, 14 ഇൻറ്റു എന്നിന്റെ എന്താണ് ഇവിടെ കൊടുക്കേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്നിന് വരുന്നത്. പിന്നെന്താണ് 10, അതിനുശേഷം എന്താണ് എൽ ആണ് വന്നിരിക്കുന്നത്. എൽ സ്റ്റാൻഡ്സ് ഫോർ പ്ലസ്, 10 പ്ലസ് പിന്നെന്താണ് 42 വാല്യൂ കൊടുത്തു. അതിനുശേഷം എന്താണ് ഒ, ഒ എന്ന് പറയുന്നത് എന്താണ്, ഒ സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ, 42 ഡിവൈഡഡ് ബൈ പിന്നെന്താണ് 2 ആണ് കൊടുത്തിരിക്കുന്നത്, 2 വാല്യൂ കൊടുത്തു. അതിനുശേഷം എന്താണ് എം, എം ഫോർ എന്താണ് സബ്ട്രാക്ഷൻ. അപ്പൊ എന്താണ് 2 മൈനസ് 8. ഇതാണ് നമ്മൾ ചെയ്തു നോക്കേണ്ടത്. എന്താണ് ഈ ഒരു ഇക്വേഷൻസ്, അതായത് ഈ ഒരു സയൻസ് നമ്മൾ റീപ്ലേസ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുക, ബോൺമാസ് പ്രിൻസിപ്പൽ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുക. നമുക്ക് ഈ പറയുന്ന ഓപ്ഷൻസിലുള്ള ആൻസേഴ്സ് ഏതെങ്കിലും ഒരു ആൻസർ കിട്ടുമോ എന്ന് നോക്കാം. അപ്പൊ എന്താണ് 14 ഇൻറ്റു 10 പ്ലസ് 42 ഡിവൈഡഡ് ബൈ 2 മൈനസ് 8 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യം എന്ത് ചെയ്യുക, 42 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. കാരണം പറഞ്ഞു ബോൺമാസ് പ്രിൻസിപ്പിൾ ആണ്, ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. 42 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ എത്ര കിട്ടി, 42ന്റെ പകുതി എത്രയാണ്, 21. 42 ഡിവൈഡഡ് ബൈ 2 ചെയ്തപ്പോൾ എത്ര കിട്ടി, 21 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടി. പിന്നെ എന്ത് ചെയ്യുക, 14 ഇൻറ്റു 10 ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ ആണ് അടുത്തത് ചെയ്യുന്നത്. 14 ഇൻറ്റു 10 ചെയ്തു. 14 ഇൻറ്റു 10 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി, 14 ഇൻറ്റു 10 ചെയ്തപ്പോൾ എത്ര കിട്ടി, 140 എന്ന് പറയുന്ന ഒരു സംഖ്യ കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്ത് നോക്കാം. ഈ റീപ്ലേസ് ചെയ്ത് നമുക്ക് കിട്ടിയ ആൻസേഴ്സും ഈ പ്രോബ്ലത്തിന്റെ ആൻസർ കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അതിന് എന്ത് ചെയ്യുക, ആദ്യം 14 ഇൻറ്റു 10 ആണ്, അത് എത്രയാണ് കിട്ടിയത്, 140. പിന്നെന്താണ് പ്ലസ് സൈൻ ആണ്, പ്ലസ് 42 ഡിവൈഡഡ് ബൈ 2 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി, 21 കിട്ടി. പിന്നെന്താണ് മൈനസ് എന്ത് ചെയ്തു, 8. ഇവിടെ ഒരു 8 മൈനസ് ചെയ്യണം. ഓക്കെ, 8 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ആൻസർ ആണ് കിട്ടുന്നതെന്ന് നോക്കാം. 140 പ്ലസ് 21 എന്ന് പറയുന്നത് എന്താണ്, 140 പ്ലസ് 20 എന്താവും, 160 ആവും. പ്ലസ് 1 വരുമ്പോൾ 161. 161 മൈനസ് 8 അത് എത്രയാണ്, 153 ആണല്ലേ. 161 മൈനസ് 8 എന്ന് പറയുന്നത് എത്രയാണ്, 153 ആണ്. അപ്പൊ നമുക്ക് എന്താണ് ആൻസർ കിട്ടിയത്, 153 എന്ന് പറയുന്ന സംഖ്യയാണ് ആൻസർ കിട്ടിയത്. അത് ഏതെങ്കിലും ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കാം. എന്താണ് ഓപ്ഷനിലുണ്ട്, 153. ഓപ്ഷൻ ഡി എന്താണ് 153, അത് തന്നെയാണ് നമുക്ക് ആൻസർ കിട്ടിയത്. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 6ന്റെ ആൻസർ എന്താണ്, 153. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞിരിക്കുന്ന സൈനിനെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന സൈനുമായിട്ട് ഒന്ന് റീപ്ലേസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്താണ് ഇന്റർചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ എന്താണ്, ഏതാണോ നമ്പറിനെ ആണെങ്കിൽ നമ്പറിനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈനിനെ ആണെങ്കിൽ സൈനിനെ ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്യുക. ബോൺമാസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക. ഇത്രയും കാര്യങ്ങളെ ഈ ചാപ്റ്ററിൽ ചെയ്യാനായിട്ടുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ഡിവിഷൻ ഡിനോട്ട്സ് മൾട്ടിപ്ലൈഡ് ബൈ, പ്ലസ് ഡിനോട്ട്സ് സബ്സ്ട്രാക്റ്റഡ് ഫ്രം, മൈനസ് ഡിനോട്ട്സ് ആഡഡ് ടു ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഡിനോട്ട്സ് ഡിവൈഡഡ് ബൈ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ട്രൂ. എന്താണ് ഡിവിഷന്റെ മീനിങ് എന്താണ് ഇവിടെ വരുന്നത്, മൾട്ടിപ്ലിക്കേഷൻ എന്നാണ്. പ്ലസിന്റെ മീനിങ് എന്താണ്, മൈനസ് എന്നാണ്. മൈനസിന്റെ മീനിങ് എന്താണ്, പ്ലസ് എന്നാണ്. പിന്നെന്താണ് മൾട്ടിപ്ലിക്കേഷന്റെ മീനിങ് എന്താണ്, ഡിവിഷൻ എന്നാണ്. ഓക്കെ, ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്ന സൈൻ ആണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ, എല്ലാ പ്രോബ്ലത്തിലും മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ ഓപ്ഷൻസും നമ്മൾ ചെയ്തു നോക്കുക. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡിയിൽ എന്ത് ചെയ്യുക, ഈ പറയുന്ന സയൻസ് റീപ്ലേസ് ചെയ്തിട്ട് ചെയ്തു നോക്കുക. അങ്ങനെ ചെയ്തു നോക്കുമ്പോൾ ഓപ്ഷൻ എയിൽ 201 വരുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, നോക്കുക. ഓപ്ഷൻ ബിയിൽ 37 വരുന്നുണ്ടോ എന്ന് നോക്കുക. ഓപ്ഷൻ സിയിൽ 21 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓപ്ഷൻ ഡിയിൽ 36 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ എവിടെയെങ്കിലും വെച്ച് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടിയാൽ എന്താണ്, അതാണ് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എല്ലാ പ്രോബ്ലത്തിന്റെ കൂടുതലും എന്ത് ചെയ്യുക, ഈ ആദ്യം ഈ ഒരു സയൻസ് എടുത്ത് എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന വാല്യൂവിനെ റീപ്ലേസ് ചെയ്യുക. ഇവിടെ എന്താണ് ഓപ്ഷൻ എ എന്ന് പറയുന്നത് 16 പ്ലസ്
19 ഇൻറ്റു 21 മൈനസ് 5 ഈക്വൽ ടു 201 ആണ് വരുന്നതെന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക, സൈനിനെ റീപ്ലേസ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും, 16 മൈനസ് 19 എന്ന് കിട്ടും. പിന്നെന്താണ്, ഡിവൈഡഡ് ബൈ 21 പ്ലസ് 5 ഈക്വൽ ടു 201. നമ്മൾ റീപ്ലേസ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. എന്ത് ചെയ്യുക, ഇതിന് ബോഡ്മാസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, 19 ഡിവൈഡഡ് ബൈ 21 ചെയ്യണം. ഓക്കെ, നമ്മളിത് ചെയ്തു വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെന്താണ്, ഇവിടെ ഒരു ഡെസിമൽ വാല്യൂ ആണ് വരുന്നത്. സോ അതിന്റെ ആൻസറും എന്താണ്, ഒരു ഡെസിമൽ വാല്യൂ ആയിരിക്കും വരുന്നത്. പക്ഷെ നമുക്ക് 201 ആണ് കിട്ടേണ്ടത്. അപ്പൊ എന്താണ്, ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ എ റോങ് ആണ്, എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഓപ്ഷൻ ബി എന്താണ്, 5 ഇൻറ്റു 6 പ്ലസ് 4 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 37. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 37 കിട്ടുമെന്ന് നോക്കാം. അതിനു മുന്നേ എന്ത് ചെയ്യുക, സൈൻസിനെ റീപ്ലേസ് ചെയ്യുക. 5 ഇൻറ്റു എന്നുള്ളിടത്ത് ആ മൾട്ടിപ്ലിക്കേഷൻ സൈനിൽ എന്ത് ചെയ്യുക, ഡിവിഷൻ കൊടുക്കുക. പ്ലസ് സൈനിൽ എന്താണ്, സബ്ട്രാക്ഷൻ സൈൻ കൊടുക്കുക. പിന്നെ എന്താണ്, ഡിവിഷന്റെ അടുത്ത് മൾട്ടിപ്ലിക്കേഷൻ സൈൻ കൊടുക്കുക. എന്നിട്ട് എന്താണ്, നമ്മൾ ബോഡ്മാസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് നോക്കുക. 37 കിട്ടുമോ, ഇല്ല. ഇവിടെ എന്താണ്, നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. 5/6 പിന്നെ എന്താണ് ചെയ്യേണ്ടത്, ഇൻറ്റു ചെയ്യേണ്ടത് എത്രയാണ്, 4 ഇൻറ്റു 3 12. ഓക്കെ, ഇവിടെ എന്താണ്, നമുക്ക് ആൻസർ കറക്റ്റ് കിട്ടുമോ, ഇല്ല, കിട്ടത്തില്ല. കാരണം എന്താണ്, 12 ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. 12നെ എന്തോ 6 വെച്ച് നമ്മൾ വെട്ടിക്കളയാണ്. 12 6 എത്ര തവണയുണ്ട്, 2 തവണയുണ്ടല്ലേ. ഓക്കെ, അപ്പൊ എന്താണ്, ബാലൻസ് എന്തുണ്ട്, 5 മിച്ചമുണ്ട്. 2 ഇൻറ്റു 5 എന്ന് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 10 എന്നാണ് നമുക്ക് ആൻസർ വരുന്നത്. പക്ഷെ ശരിക്കും ഇവിടെ എന്താണ് ആൻസർ വരേണ്ടത്, 37 ആണ് വരേണ്ടത്. പക്ഷെ നമുക്ക് കിട്ടിയത് 10 ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഓപ്ഷൻ ബി എന്നുള്ളതും എന്താണ്, ഒരു റോങ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. ഇനി നമുക്ക് ഓപ്ഷൻ സിയിൽ ഇത് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, 6 ഇൻറ്റു 3 പ്ലസ് 12 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 21 ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ സയൻസിനെ റീപ്ലേസ് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും, റീപ്ലേസ് ചെയ്യല്ല, ഓക്കെ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 6 ഡിവൈഡഡ് ബൈ 3 മൈനസ് 12 ഇൻറ്റു 3 ഈക്വൽ ടു 21 എന്ന് കിട്ടും. ഓക്കെ, ഇത് കിട്ടുമോ എന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഇത് എന്താണ്, 6 ഡിവൈഡഡ് ബൈ 3 12 ഇത് ചെയ്യുമ്പോഴും എന്താണ്, നമുക്ക് 34 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, 12 ഇൻറ്റു 3 ചെയ്യുമ്പോഴും ഓക്കെ, ഇതിലും എന്താണ്, ആൻസർ നമുക്ക് എന്ത് കിട്ടുന്നില്ല, 21 ആണ് കിട്ടേണ്ടത്. പക്ഷെ എന്ത് കിട്ടുന്നില്ല, 21 കിട്ടുന്നില്ല. പകരം എന്താണ്, -34 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആൻസർ ആണ് കിട്ടുന്നത്. -34 ആണോ കിട്ടേണ്ടത്, അല്ല, 21 ആയിരുന്നു കിട്ടേണ്ടത്. അത് കിട്ടാത്തതുകൊണ്ട് തന്നെ എന്താണ്, ഓപ്ഷൻ സിയും റോങ് ആണ്. വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കിയാൽ മതി. ഓക്കെ, ഇനി ഓപ്ഷൻ ഡിയിൽ നോക്കാം. ഓപ്ഷൻ സി, ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി റോങ് ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് അറിയാം. എന്നാലും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ലാസ്റ്റ് ഓപ്ഷൻ അല്ലേ, കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് നമ്മൾ ഇതൊന്ന് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഓപ്ഷൻ ഡി വന്നിരിക്കുന്നത്. 18 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 8 മൈനസ് 12 ഈക്വൽ ടു 36. 36 ആണ് നമുക്ക് കിട്ടേണ്ടത്. സയൻസ് റീപ്ലേസ് ചെയ്യണം. ആ ഒരു ടൈമിൽ എന്ത് കിട്ടണം, 36 കിട്ടണം. അപ്പൊ എന്താണ്, 12 ഇൻറ്റു എന്നുള്ളിടത്ത് ഡിവൈഡഡ് ബൈ വന്നു. അതുപോലെ എന്താണ്, ഡിവിഷന്റെ സ്ഥാനത്ത് മൾട്ടിപ്ലിക്കേഷൻ വന്നു. പിന്നെ മൈനസിന്റെ സ്ഥാനത്ത് അഡീഷൻ വന്നു. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി, 12 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 8 പ്ലസ് 12 ഈക്വൽ ടു 36 ആണോ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അത് എന്ത് ചെയ്യുക, 18 ഡിവൈഡഡ് ബൈ 6 ചെയ്യുക. ഓക്കെ, 6 ഇൻറ്റു 3 എത്രയാണ്, 18 ആണ്. അപ്പൊ 18 ഡിവൈഡഡ് ബൈ 6 ചെയ്തപ്പോൾ എന്ത് കിട്ടി, നമുക്ക് 3 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടി. പിന്നെ എന്ത് ചെയ്യുക, 3 ഇൻറ്റു 8 ചെയ്യുക. 3 എന്താണ്, 24. അപ്പൊ എന്ത് കിട്ടി, നമുക്ക് 24 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടി. ആ 24ന്റെ കൂട്ടത്തില് പ്ലസ് 12 ചെയ്യുക. അപ്പൊ എത്ര കിട്ടി, 36 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടി. അപ്പൊ എന്താണ്, ഓപ്ഷൻ ഡി ശരിയാണല്ലേ. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, 18നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി, 18 ഡിവൈഡഡ് ബൈ 6 എത്രയാണ് ആൻസർ, 3 ആണ്. നമുക്ക് 3 എന്ന് പറയുന്ന ആൻസർ കിട്ടി. അതിനുശേഷം ആ 3നെ നമ്മൾ എന്ത് ചെയ്തു, 3നെ 8 കൊണ്ട് ഗുണിച്ചു. 3 ഇൻറ്റു 8. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 3 24 എന്ന് പറയുന്ന ആൻസർ കിട്ടി. അതിനുശേഷം എന്ത് ചെയ്തു, ഈ കിട്ടിയ 24ന്റെ കൂട്ടത്തില് പ്ലസ് 12, അതായത് 24ന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്തു, 12നെ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 36 എന്ന് പറയുന്ന ആൻസർ കിട്ടി. അതായത് ഓപ്ഷൻ എയിലും ബിയിലും സിയിലും എന്താണ്, ഫൈനൽ ആൻസർ വന്നോ, ഇല്ല, വന്നില്ല. പക്ഷെ ഓപ്ഷൻ ഡിയിൽ മാത്രം എന്താണ്, കറക്റ്റ് ആൻസർ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്, ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്.
ഓക്കെ, അപ്പം ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ സിസാറ്റിന്റെ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. UPSC, CSC, സിസാറ്റിന്റെ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. 2 മാസം കൊണ്ട് സിസാറ്റ് കവർ ചെയ്യുന്ന രീതിയിലാണ് ക്ലാസ്സസ് എടുക്കുന്നത്. അതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ആവുക. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. UPSC, CSCയുടെ കംപ്ലീറ്റ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ നോട്ട്സ് വേണമെന്നോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.